അടുത്ത വർഷം 2026-ൽ UPSC പ്രിലിംസിന് ചോദിക്കാൻ പോകുന്ന 100 ക്വസ്റ്റ്യൻസിൽ 35 ക്വസ്റ്റ്യൻസ്, ലിറ്ററലി മോർ ദാൻ 1/3 ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഐലേണിന്റെ ഇന്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആൻഡ് ഐലേണിന്റെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ന്യൂസ് അനാലിസിസ് അഥവാ കാന ഈ രണ്ട് പ്രോഗ്രാംസിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. But the fact remains that in this year's prelims, in 2025 prelims, 35 topics or 35 questions were asked from iLearn's IPTS and Kana program. ചുമ്മാ പറയുന്നതല്ല, വിത്ത് പ്രൂഫ് വി വിൽ ഷോ ഇറ്റ്. ഈ വർഷം ഏൻഷ്യൻ മെഡീവൽ ഹിസ്റ്ററിയിൽ UPSC ചോദിച്ച ചോദ്യമാണ്, മട്ടവിലാസ വിചിത്രചിത്ത ഗുണഭാര എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആരാണ്? IPTSലും ചോദിച്ചിരിക്കുന്നു കറക്റ്റ് പേരുകൾ. ഗുണഭാര, മട്ടവിലാസ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന രാജാവ് ആരാണ്? ഡയറക്റ്റ് ഹിറ്റ് ഫ്രം IPTS. For all these questions, we have included the name of the test and the question number. ഡൗട്ട് ഉള്ള ഏതൊരാൾക്കും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. Again, ancient medieval history UPSC എന്താണ് ചോദിച്ചത്? മലയ പെനിൻസുല, ഇന്നത്തെ മലേഷ്യയിലുള്ള ശ്രീവിജയ എംപയർ, അവിടെ ക്യാമ്പയിൻ നടത്തി ജയിച്ച രാജാവ് ആരാണ്? IPTSന്റെ ആൻസർ കീഴ്ത കറക്റ്റ് കൊടുത്തിരിക്കുന്നു. രാജേന്ദ്ര ചോള who conquered the ശ്രീവിജയ എംപയർ. ഡയറക്റ്റ് ഹിറ്റ് ഫ്രം IPTS. Again, ancient medieval history എന്ത് ചോദിച്ചു? അശോകൻ അഡ്മിനിസ്ട്രേഷനിലുള്ള ഓഫീസേഴ്സ്, പ്രാദേശിക, രാജുക, യുക്ത, അവർ ഏത് ലെവൽ ഓഫീസേഴ്സ് ആണ്? Again, ആൻസർ കീയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? യുക്ത, രാജുക, പ്രാദേശിക. ഈ ഓഫീസേഴ്സ് ഡയറക്ട്ലി പീപ്പിളിനെ വിസിറ്റ് ചെയ്യുന്നു. ആ ഒരു ക്ലൂവിൽ നിന്ന് തന്നെ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു ആസ്പിറന്റിന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ലോവർ ലെവൽ ഒഫീഷ്യൽസ് ആണ്. ഒന്നെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. IPTS കീ വെച്ച് 50-50 എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏൻഷ്യൻ മെഡീവൽ ഹിസ്റ്ററിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നു. ഫാഹിയൻ ഏത് രാജാവിന്റെ സമയത്താണ് ഇന്ത്യയിലേക്ക് വന്നത്? IPTSന്റെ ക്വസ്റ്റ്യനിൽ ഫാഹിയന്റെ ഒബ്സർവേഷൻസിനെ പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗൈൻ ക്ലിയർലി ആൻസർ കീയിൽ ഫാഹിയൻ ആരുടെ സമയത്ത് വന്നു എന്ന് വാസ് ക്ലിയർലി മെൻഷൻഡ്. ഇതും ഡയറക്റ്റ് ഹിറ്റ് അല്ല, ബട്ട് ഇൻഡയറക്ട്ലി സെൻസിബിൾ ആയി തിങ്ക് ചെയ്യുന്ന ഒരു ആസ്പിറന്റിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന UPSC ചോദിച്ച എന്താണ്? 3-4 മഹാജനപദാസ് തന്നിട്ട് അവിടെ ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ കീയിൽ എന്താണ് വന്നത്? മഹാജനപദാസിന്റെ പേരുകളും അവരുടെ മോഡേൺ ഡേ ലൊക്കേഷനുമാണ്. എഗെയിൻ ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റി ഒരു ഡീസെന്റ് ഐഡിയ ഉള്ള ഒരു ആസ്പിറന്റിന് ഇത് രണ്ടും കണക്ട് ചെയ്ത് ആ റീജിയനിലുള്ള റിവേഴ്സ് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Again, not a direct question, but a perceptive aspirant who properly reads answer keys will be able to tackle this. Again, art and culture, direct hit. മോഹൻജോദാരോയിലെ ഡാൻസിംഗ് ഗേൾ എന്ത് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കി? IPTSന്റെ ആൻസർ കീയിലുണ്ട്. ബ്രോൺസ് സ്റ്റാച്യൂസ് ഓഫ് ഇൻഡസ് വാലി സച്ച് ആസ് ദ ഐക്കോണിക് ഡാൻസിംഗ് ഗേൾ ഫ്രം മോഹൻജോദാരോ. ഡയറക്റ്റ് ഹിറ്റ് ഫ്രം IPTS. UPSC ചോദിക്കുന്നു ഒരു ഇറിഗേഷൻ ഡിവൈസ് ആയ അരഖത്ത അതെന്താണ് എക്സാക്ട്ലി? IPTSന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ആർട്ട് ആൻഡ് കൾച്ചറിൽ. ധിമത, അരഖത്ത, പുഷ്കരണി, വാപി, ഇതൊക്കെ എന്താണ്? ആൻഡ് അഗൈൻ ഓബിയസ്ലി ഇൻ ദി ആൻസർ കീ വി ഹാവ് പ്രൊവൈഡഡ് എക്സ്പ്ലനേഷൻസ് ഫോർ all 4 of these things. കറണ്ട് അഫയേഴ്സ് നിന്ന് ഐലേൺ ഡയറക്റ്റ് ഹിറ്റ് ആണ്. നേച്ചർ റിസ്റ്റോറേഷൻ ലോ ടാക്കിൾ ചെയ്തത് എനാക്ട് ചെയ്തത് ആരാണ്? IPTS ക്വസ്റ്റ്യനിൽ കറക്റ്റ് കൊടുത്തിരിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ നേച്ചർ റിസ്റ്റോറേഷൻ ലോ ആണ്. യൂറോപ്യൻ യൂണിയൻ. ഡയറക്റ്റ് ഹിറ്റ്. ഇന്ത്യൻ പോളിറ്റിക്സ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബേസിക്കലി ഗവർണറിന്റെയും പ്രസിഡന്റിന്റെയും ലീഗൽ ഇമ്മ്യൂണിറ്റി, അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഒരു കോടതിക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്നാണ് UPSC ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ ഇവിടെ എന്താണ്? സിവിൽ ക്രിമിനൽ പ്രൊസീഡിങ്സ് അഗൈൻസ്റ്റ് പ്രസിഡന്റ് ഓർ ഗവർണർ. ഗവർണറിനെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രിസണിലിടാൻ പറ്റുമോ? അവരുടെ ലീഗൽ ഇമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വാസ് ദെയർ ഇൻ IPTS. കറണ്ട് അഫയേഴ്സിനകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ഗുകേഷ് ദൊമരാജു ഏത് ചാമ്പ്യൻഷിപ്പ് ആണ് ജയിച്ചത്? ആരെ തോപ്പിച്ചാണ് ആ ചാമ്പ്യൻഷിപ്പ് ജയിച്ചത്? എഗെയിൻ കറക്റ്റ്. ഏത് ചാമ്പ്യൻഷിപ്പ് ആണ് ജയിച്ചത്? ആരെയാണ് തോപ്പിച്ചത്? നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഈ ഓപ്ഷൻ തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഗിവൺ ഇൻ ദ ആക്ച്വൽ ആൻസർ കീ ഫോർ IPTS. എഗെയിൻ നമ്മൾ ആൻസർ കീക്കകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആൻസേഴ്സ് മാത്രമല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നു റെയർ എർത്ത് എലമെന്റ്സ് എന്തിന് യൂസ് ചെയ്യുന്നു?
ടെലിവിഷൻ സ്ക്രീനും കമ്പ്യൂട്ടറിന്റെ മോണിറ്ററും ഉണ്ടാക്കാൻ. നമ്മുടെ റെയർ എർത്ത് മിനറൽസിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു IPTS-ൽ. അതിൽ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തു ഈ സാധനങ്ങളെ പറ്റി. അവിടെ കറക്റ്റ് പറഞ്ഞിരിക്കുന്നു ഇൻക്ലൂഡിങ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിന് വേണ്ടി റെയർ എർത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി കിട്ടും ടെലിവിഷൻ ആൻഡ് കമ്പ്യൂട്ടർ. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആണ്. NCERT-യിലെ 11th സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ജോഗ്രഫിയുടെ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജാനുവരിയിൽ ഐസോതേർംസ് ആർ ലൈൻസ് വിച്ച് ജോയിൻ പ്ലേസസ് ഓൺ എ മാപ്പ് വിത്ത് ദ സെയിം ടെമ്പറേച്ചർ. ഐസോതേർംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എഗെയിൻ ഇവിടെ ഐസോതേർംസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നതും കുറയുന്നതും എങ്ങനെയാണ്? ജാനുവരിയിൽ ഐസോതേർംസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എഗെയിൻ ഇവിടെ ചോദിച്ചിരിക്കുന്നു നോർത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ എന്താ? നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് യുറേഷ്യ. എഗെയിൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഫ്രം IPTS. Again, direct hit in geography from NCERT. അത് നമ്മൾ IPTC കൊടുത്തു. It has been reflected in the actual UPSC prelims as well. Continental drift എന്ന phenomenon ഉള്ള എവിഡൻസ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ബോത്ത് IPTS and the actual prelims paper of 2025. കറണ്ട് അഫയേഴ്സ് റിലവൻസ് ഉള്ള കാര്യങ്ങൾ. UPSC 3 സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്യുന്നു ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് അഗ്രിമെന്റിനെ പറ്റി. IPTS-ൽ അഗെയിൻ ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് അഗ്രിമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓബിയസ്ലി ഇൻ ദി ആൻസർ കീ വി വിൽ ബി പ്രൊവൈഡിങ് എക്സ്പ്ലനേഷൻസ് ഫോർ വാട്ട് ആർട്ടിക്കിൾ 6 ഇസ് ട്രൈയിങ് ടു ഡു. പോളിറ്റിയിൽ അഗെയിൻ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു പ്രസിഡന്റും ഗവർണറിന്റെയും ലീഗൽ ഇമ്മ്യൂണിറ്റി, അവരെ കോടതി കയറ്റാൻ പറ്റുമോ എന്നാണ് UPSC ഒരു ചോദ്യം ചോദിച്ചത്. വേറൊരു ചോദ്യം ചോദിക്കുന്നു അവരുടെ പാർഡണിങ് പവർ, കൺവിക്ട് ചെയ്യപ്പെട്ട കുറ്റവാളികളെ പാർഡൺ ചെയ്യാനുള്ള പവറിനെ പറ്റിയുള്ള ചോദ്യം. എഗെയിൻ ഇവിടെ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ പറ്റുമോ? എഗെയിൻ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ഫ്രം IPTS. UPSC ചോദിച്ചത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി ബേസിക് എക്കണോമിക്സിൽ. IPTS നമ്മൾ എന്താണ് ചോദിച്ചത്? ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ആൻഡ് അഗെയിൻ ഇൻ ദി ആൻസർ കീ വി ഹാവ് പ്രൊവൈഡഡ് an explanation for how capital receipts work. UPSC എക്കണോമിക്സ് ചോദിച്ച വേറൊരു കാര്യമാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ആയിട്ട് ഈ ഏതൊക്കെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ ഡീം ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. IPTS again see AIF-നെ പറ്റി കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഡയറക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ലായിരുന്നു. ബട്ട് വാട്ട് ഡിഡ് വി ഡു ഇൻ ദി ആൻസർ കീ? വി പ്രൊവൈഡഡ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് കാറ്റഗറീസ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. പ്രോപ്പർലി ആൻസർ കീ റീഡ് ചെയ്യുന്ന ഒരു ആസ്പിറന്റിന് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്താണ് ചോദിച്ചത് UPSC? രാജാറാം മോഹൻ റോയ്, ദ ഫാദർ ഓഫ് ദ ബംഗാൾ റെനസോൺസ്. പുള്ളിക്ക് ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഓഫ് ദി ഈസ്റ്റിനോട് ഭയങ്കര ലവും റെസ്പെക്റ്റും ആയിരുന്നു. IPTS എന്താണ് ചോദിച്ചത്? വെസ്റ്റേൺ ലേണിംഗിന് എതിരായിരുന്നോ രാജാ റാംമോഹൻ റോയ്? ബേസിക്കലി ഈസ്റ്റേൺ വെസ്റ്റേൺ നോളജിനെ പറ്റി രാംമോഹൻ റോയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പുള്ളിയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, സോഷ്യൽ ഇക്വാളിറ്റി. IPTS അഗൈൻ ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇക്വാളിറ്റി, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ബീങ് റിപ്പീറ്റഡ് ബൈ UPSC. ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ഫ്രം മോഡേൺ ഹിസ്റ്ററി. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആരായിരുന്നു? ആൻസർ കീയിൽ കറക്റ്റ് ഉണ്ടായിരുന്നു. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വാസ് ഫൗണ്ടഡ് ബൈ രാമസ്വാമി നായിക്കർ ഓർ പെരിയാർ. പോളിറ്റിയിൽ അഗൈൻ UPSC ഈ വർഷം തുടങ്ങിയ ഒരു ട്രെൻഡാണ്. ഭയങ്കരമായി ലിങ്ക് ഇല്ലാത്ത 2 സ്റ്റേറ്റ്മെന്റുകളെ ഒരേ പോളിറ്റി ക്വസ്റ്റ്യനിൽ തന്നുവിടുന്നു. അഗൈൻ ബോത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് വെർ കവേർഡ് ഇൻ IPTS. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു ഗവർണർക്ക് ഡിസ്ക്രിഷൻ ഉണ്ട്. നമ്മൾ എന്താ ചോദിച്ചേ? പ്രസിഡന്റിന്റെയും ഗവർണറുടെയും ഡിസ്ക്രിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണോ അതോ സിറ്റുവേഷനിൽ നിന്ന് വരുന്നതാണോ? ഇതുപോലെ തന്നെ പ്രസിഡന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ബില്ല് റിസർവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു എന്ന് UPSC ചോദിച്ചിരിക്കുന്നു. നമ്മൾ ചോദിച്ച എന്താണ്? പ്രസിഡന്റിന് ഡിസ്ക്രഷൻ, സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് കോൺസെപ്റ്റ് ഇസ് റിപ്പീറ്റഡ് ഇൻ UPSC പ്രിലിംസ്. അഗൈൻ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം അനുസരിച്ച് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും ഉണ്ട്. അതിൽ 5th ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവർ എന്താണ്? യൂണിയൻ ഗവൺമെന്റിന്റെ പവർ എന്താണ്? ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഗവർണറിന്റെ പവർ എന്താണ്? പാർലമെന്റിന്റെ പവർ എന്താണ്? പ്രസിഡന്റിന്റെ പവർ എന്താണ്? അഗൈൻ കറക്റ്റ് ബോഡീസ് ഹാവ് ബീൻ എക്സ്പ്ലെയിൻ ഫോർ ദ 5th ഷെഡ്യൂൾ. പോളിറ്റിയിൽ പിന്നെയും ചോദിച്ചിരിക്കുന്നു എന്താണ്?
ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ 10th ഷെഡ്യൂൾ. 10th ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ആന്റി ഡിഫെക്ഷൻ ലോയിൽ ഡിസിഷൻ ചെയ്യുന്നത് പ്രസിഡന്റ് ആണോ? IPTC കൊടുത്തിട്ടുണ്ട്. ഡിസിഷൻ എടുക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർ, അതായത് ഒന്നെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് ചെയർമാൻ, അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. IPTC കൊടുത്തിട്ടുണ്ട്. ഒരു സയൻസ് ആൻഡ് ടെക് അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഒരു കോൺസെപ്റ്റ് ചോദിച്ചു, ഒരു ടെക്നോളജി ചോദിച്ചു, ഡയറക്റ്റ് എയർ ക്യാപ്ചർ. എഗെയിൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു ഡയറക്റ്റ് എയർ ക്യാപ്ചർ, ആൻഡ് ദ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ ദ ടെക്നോളജി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ അവർ ആൻസർ കീസ്. അപ്പൊ IPTS കറക്റ്റ് ആയിട്ട് 24 ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അഗൈൻ ത്രൂ ദാറ്റ് വാട്ട് ഐ ഇന്റൻഡഡ് ടു ഷോ വാസ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിൽ മാത്രമല്ല കാര്യം, ഒരു സീരിയസ് സെൻസിബിൾ ആസ്പിറന്റ് ഓൾസോ ലുക്സ് അറ്റ് ദി ആൻസർ കീസ് ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ഈച്ച് ടോപ്പിക്. നിങ്ങൾ ഒരു ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുമ്പോൾ ആൻസർ കീസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. സോ കീപ്പിംഗ് IPTS aside, ഐലേണിന്റെ ഒരു ഹോൾമാർക്ക് പ്രോഗ്രാം ആണ് കറണ്ട് അഫയേഴ്സ് ആൻഡ് ന്യൂസ് അനാലിസിസ് അഥവാ കാന. കാനയിൽ നിന്നും എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഈ വർഷം ഏകദേശം 16-17 ചോദ്യങ്ങളാണ് UPSC കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചത്. അതിൽ ലിറ്ററലി 15 ടോപ്പിക്കുകൾ ഐലേൺ കറണ്ട് അഫയേഴ്സ് ആൻഡ് ന്യൂസ് അനാലിസിസ് വഴി കവർ ചെയ്തായിരുന്നു. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എഗെയിൻ ഗുഗേഷ് ആരെ തോപ്പിച്ചു? ഏത് ചാമ്പ്യൻഷിപ്പ് ആണ് ജയിച്ചത്? എഗെയിൻ ഗുഗേഷ് ഏത് ചാമ്പ്യൻഷിപ്പ് ആണ് ജയിച്ചത്? ഗുഗേഷ് ആരെയാണ് തോപ്പിച്ചത്? കറക്റ്റ് ഡേറ്റ് വെച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡൗട്ട് ഉള്ള ആർക്കും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഐലേണിന്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. എനിവൺ ക്യാൻ വെരിഫൈ ഇറ്റ്. ഖോ വേൾഡ് കപ്പ് എവിടെയാണ് ഹോൾഡ് ചെയ്തത്? ഇന്ത്യ മെൻസ് കാറ്റഗറി ജയിച്ചു, ഇന്ത്യ വിമൻസ് കാറ്റഗറി ജയിച്ചു. എഗെയിൻ കറക്റ്റ് കാനയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്രിക്സ് 16th ബ്രിക്സ് സമ്മിറ്റ് റഷ്യയില് കസാനില് ഇന്തോനേഷ്യ ഫുൾ മെമ്പറായി. ഇന്തോനേഷ്യ ഫുൾ മെമ്പറായി ബ്രിക്സിന്റെ. ഡയറക്റ്റ് ഹിറ്റ് ഫ്രം കാന. UPSC ചോദിക്കുന്നു പാരീസിൽ നടന്ന AI സമ്മിറ്റിനെ പറ്റി. കാനയിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് പാരീസ് AI സമ്മിറ്റ്. ഇവിടെ പറയുന്നു ബ്ലെച്ച്ലി പാർക്ക് സമ്മിറ്റ്, സിയോൾ സമ്മിറ്റ്. കാനയിലും ബ്ലെച്ച്ലി പാർക്ക്, സിയോൾ. ഡയറക്റ്റ് ഹിറ്റ് ഫ്രം കാന. ബിംസ്റ്റെക് ഫോം ചെയ്ത് ധാക്ക ഡിക്ലറേഷൻ ആണോ? UPSC ചോദിക്കുന്നു. അല്ല, കാനയിലുണ്ട് ബാങ്കോക്ക് ഡിക്ലറേഷൻ. ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? എഗെയിൻ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ലേറ്റർ ജോയിൻ ചെയ്തത് ആരാണ്? കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ IPTSലും കണ്ട ക്വസ്റ്റ്യൻ, നേച്ചർ റെസ്റ്റോറേഷൻ ലോ ഇനാക്ട് ചെയ്തത് ആരാണ്? EU's നേച്ചർ റെസ്റ്റോറേഷൻ ലോ, യൂറോപ്യൻ യൂണിയൻ ആണ് ഇനാക്ട് ചെയ്തത്. ഡയറക്റ്റ് ഹിറ്റ് ഫ്രം കാന. ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ വിച്ച് ഇസ് ഓൾസോ കോൾഡ് ക്ലൗഡ് സീഡിംഗ് ഓൾസോ നോൺ ആസ് ആർട്ടിഫിഷ്യൽ റെയിൻ. ഇറ്റ് ഈസ് മെയ്ഡ് യൂസിംഗ് സിൽവർ അയോഡൈഡ് ആൻഡ് പൊട്ടാഷ്യം അയോഡൈഡ്. ഡയറക്റ്റ് ഹിറ്റ് ഫ്രം ഫ്രം കാന. ഇന്ത്യൻ റെയിൽ സേഫ്റ്റിയെ പറ്റി, കവചിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. കവച് ജർമ്മനി സഹായിച്ചോ നമ്മളെ കവച് ഉണ്ടാക്കാൻ വേണ്ടി? ഇല്ല. കവച് ഇൻഡിജിനസ് ആണ്. കാനയിൽ കൊടുത്തിരിക്കുന്നു. കവച് സിസ്റ്റത്തിൽ RFID ഉണ്ടോ? കവച് സിസ്റ്റത്തിൽ RFID ഉണ്ട്. കാനയിൽ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ബജറ്റിലുമൊക്കെ വളരെയധികം സ്ട്രെസ് ചെയ്യപ്പെട്ടൊരു സ്കീമാണ് സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. റൂഫ് ടോപ്പ് സോളാർ സ്കീമാണ്. ആ സ്കീമിൽ 1 കോടി റൂഫ് ടോപ്പ് പാനൽസ്. കറക്റ്റ് 1 കോടി ഫാമിലീസിന് റൂഫ് ടോപ്പ് പാനൽസ്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം കാന. മേജറാന 1 ചിപ്പ് UPSC പറയുന്നു ഡെവലപ്പ് ചെയ്തത് ആമസോൺ ആണ്. അല്ല, ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ജസ്റ്റ് വിത്ത് ദാറ്റ് 1 ഫാക്ട് കറക്റ്റ് നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. കാനയിൽ ചോദിച്ചതാണ്. നമ്മൾ IPTSലും കണ്ട ചോദ്യം, ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് അഗ്രിമെന്റ്. കാനയിൽ കൊടുത്തിരിക്കുന്നു. ആർട്ടിക്കിൾ 6 ഓഫ് ദിസ് പാരീസ് അഗ്രിമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? UPSC ചോദിച്ചിരിക്കുന്നു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നേറ്റോയിൽ മെമ്പർഷിപ്പ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് യൂറോപ്പിൽ നിന്നും? എഗെയിൻ കാനയിൽ നമ്മൾ നേറ്റോയെ പറ്റി ആർട്ടിക്കിൾ കൊടുത്തപ്പോൾ വി മേഡ് ഷുവർ ടു ഇൻക്ലൂഡ് എ ഇമേജ് എക്സാക്ട്ലി ഷോയിങ് യൂറോപ്യൻ നേഷൻസ് വിച്ച് ആർ പാർട്ട് ഓഫ് നേറ്റോ. ഈ മാപ്പ് പ്രോപ്പർലി ശ്രദ്ധിച്ച ഒരു കീൻ ആസ്പിറന്റിന് എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
UPSC ചോദിച്ചിരിക്കുന്നതിനെ പറ്റിയാണ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. അത് കൊണ്ടുവന്നത് RBI ആണോ? അല്ല, ഇന്ത്യയിൽ സെബി ആണ് അത് കൊണ്ടുവന്നത്. കാനയിൽ ഉണ്ടായിരുന്നു. അഗൈൻ, ഇന്ത്യ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിൽ ഒരു മെമ്പറായി ആയിരുന്നു. അഗൈൻ USA ലെഡ് മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യ മെമ്പറായി. ഇന്ത്യ 30 ക്രിട്ടിക്കൽ മിനറൽസ് ഐഡന്റിഫൈ ചെയ്താൽ റിസോഴ്സ് റിച്ച് ആണോ? അഗൈൻ കറക്റ്റ്, 30 ക്രിട്ടിക്കൽ മിനറൽസ് കൊടുത്തിരിക്കുന്നു. പാർലമെന്റ് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് ഓഫ് 1957 അത് എന്തിനെങ്കിലും അമെൻഡ് ചെയ്തോ? അഗൈൻ കാനയിൽ കൊടുത്തിരിക്കുന്നു. 2023 എന്താണ് ആ ആക്ട് അമെൻഡ് ചെയ്തു, പ്രൈവറ്റ് സെക്ടറിനെ ഈ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഈ എക്കണോമിക് ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അഗൈൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടേമറിക്കിനെ പറ്റി ചോദിച്ചു. എന്തുകൊണ്ടാണ് ചോദിച്ചത്? ബിക്കോസ് എ നാഷണൽ ടെർമറിക് ബോർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ദിസ് ഇയർ ഇൻ ജാനുവരി. UPSC എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടർ. കാനൽ എന്താ കൊടുത്തിരിക്കുന്നത്? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, കൺസ്യൂമർ, എക്സ്പോർട്ടർ. മോർ ദാൻ 30 വെറൈറ്റീസ് ഓഫ് ടേമറിക് ഇൻ ഇന്ത്യ. 30 വെറൈറ്റീസ് ഓഫ് ടേമറിക് ഇൻ ഇന്ത്യ. ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും? അഗൈൻ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തെലങ്കാന. അപ്പൊ അഗൈൻ ലോജിക്കലി ഹെഡ് ക്വാർട്ടേഴ്സ് തെലങ്കാനയിലാണെങ്കിൽ തെലങ്കാനയിലും അടുത്തുള്ള സംസ്ഥാനങ്ങളിലും ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ടേമറിക് കൃഷി ചെയ്യുന്നത്. അഗൈൻ തെലങ്കാനയെ ചുറ്റിപ്പറ്റി വരുന്ന 2-3 സംസ്ഥാനങ്ങൾ. അപ്പൊ എല്ലാം കൂടെ ഇതിൽ 38 സ്ലൈഡാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ 3 ടോപ്പിക്സ് ആണ് IPTS-ഉം കാനയും തമ്മിൽ ഓവർലാപ്പ് ഉള്ളത്. സോ ബേസിക്കലി ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ഇയേഴ്സ് UPSC prelims, 35 questions, more than 1/3 of questions, a serious aspirant who properly followed iLearn's IPTS and iLearn's Kana program, they would have been able to tackle it.